ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 11 വർഷമായി കേന്ദ്ര സർക്കാർ നഗര അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗണ്യമായ നിക്ഷേപം നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതിക്കാണ് ഇന്ന് അദ്ദേഹം തുടക്കം കുറിച്ചത്. രാജ്യത്തെ ദരിദ്രർക്ക് സൗജന്യ വൈദ്യുതി നൽകുന്ന PM സൂര്യഘർ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഗുണഫലം കേരളത്തിലെ ജനങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാവിലെ 10:15 തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. 4 പുതിയ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗര ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള PM സ്വാനിധി ക്രെഡിറ്റ് കാർഡ് അദ്ദേഹം പുറത്തിറക്കി. തിരുവനന്തപുരത്തെ CSIR NIIST ഇന്നവേഷൻ ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഹബിന്റെ തറക്കല്ലിടലും വേദിയിൽ അദ്ദേഹം നിർവഹിച്ചു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്യാധുനിക റേഡിയോ സർജറി സെന്ററിന് തറക്കല്ലിട്ട പ്രധാനമന്ത്രി പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസ് പുതിയ കെട്ടിടവും ഉദ്ഘാടനം ചെയ്തു. നാഗർകോവിൽ മംഗലാപുരം, തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ചാർലപ്പള്ളി എന്നീ അമൃത് ഭാരത് എക്സ്പ്രസുകളുടെയും തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെയും ഫ്ളാഗ് ഓഫ് ആണ് പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചത്. പുതിയ ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടുവും കൊച്ചുവേളിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി V സോമണ്ണയും പങ്കെടുത്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ച എല്ലാ പദ്ധതികളും കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ളവയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ഇത് സന്തോഷകരമായ നിമിഷമാണ്. വരും കാലങ്ങളിലും കേരളത്തോടുള്ള കരുതൽ തുടരുമെന്നും പല മേഖലകളിലുമുള്ള ആവശ്യങ്ങൾ യഥാസമയം നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ സംഘടിപ്പിച്ച BJP പൊതുയോഗത്തിലും ശ്രീ മോദി സംബന്ധിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ വിജയം നൽകിയ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നഗരത്തിന്റെ വികസനം സംബന്ധിച്ച പ്രാഥമിക രൂപരേഖ മേയർ BV രാജേഷിൽ നിന്ന് ഏറ്റുവാങ്ങി. മുതിർന്ന BJP നേതാക്കളായ പ്രകാശ് ജാവ്ദേക്കർ, കുമ്മനം രാജശേഖരൻ, V മുരളീധരൻ, NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ചെന്നൈയിലേക്ക് പോയി. പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്ത CSIRന്റെ ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഹബിൽ ആയുർവേദ ഗവേഷണത്തിനായുള്ള മികവിന്റെ കേന്ദ്രം ഉണ്ടാകുമെന്ന് CSIR ഡയറക്ടർ ജനറൽ ഡോക്ടർ N കലൈ ശെൽവി മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിന്റെ പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇതിലൂടെ സാധിക്കുമെന്നും വ്യത്യസ്ത മേഖലകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നും അവർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ മധുരാന്തകത്ത് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ NDA സഖ്യകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. കരട് SIR റോളിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരും പുതിയ അപേക്ഷകരും ഫോം 6 ഉപയോഗിച്ച് അപേക്ഷിക്കണം. വിദേശ വോട്ടർമാർ ഫോം 6A സമർപ്പിക്കണം. അന്തിമ SIR വോട്ടർ പട്ടിക അടുത്ത മാസം 21 പ്രസിദ്ധീകരിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേതന പരിഷ്കരണത്തിനും പെൻഷൻ പരിഷ്കരണത്തിനും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഏകദേശം 46,322 ജീവനക്കാർക്കും 23,570 പെൻഷൻകാർക്കും പരിഷ്കരണത്തിന്റെ പ്രയോജനം ലഭിക്കും. 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് കർത്തവ്യപഥിൽ നടന്നു. ജനുവരി 26 കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. പരേഡിന് സാക്ഷ്യം വഹിക്കാൻ 10,000-ഓളം പ്രത്യേക അതിഥികളെയാണ് ഇക്കുറി ക്ഷണിച്ചിരിക്കുന്നത്. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയറും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥികളാകും. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികമാണ് ഈ വർഷത്തെ ദിനാഘോഷ പ്രമേയം. റിപ്പബ്ലിക് ദിന പരേഡിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഇന്ത്യയുടെ കഥ പറച്ചിൽ പാരമ്പര്യങ്ങളും വേവ്സിന്റെ വീക്ഷണങ്ങളും നിശ്ചല ദൃശ്യമായി പ്രദർശിപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.